ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തെ, സാക്ഷാൽ നാരായണന് സമർപ്പിച്ച നറുനവനീതത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 114 ദിവസം, 11ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, പിന്നെ അതിൻ്റെ അർത്ഥം, വ്യാഖ്യാനം, വീണ്ടും ശ്ലോകം, തുടർന്ന് ശ്രീഹരിയ ഭാഷാഗാനം. പ്രസാദ്യഗീർഭിസ്തുവതോ മുനീന്ദ്രാനന്യനാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാമുപേതമിത്യാത്തകൃപം ന്യഗാദി. തന്നെ കാണാനെത്തിയ സനകാദിയോഗീശ്വരന്മാരെയും അവരെ തടഞ്ഞ തൻ്റെ പാർശ്വതന്മാരായ ജയവിജയന്മാരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാഗം. ത്വം സ്തുവതഃ മുനീന്ദ്രാൻ ഗീർഭി പ്രസാദ്യ അധ അനന്യനാഥൗ തൗ പാർഷദൗ സംരംഭയോഗേന ത്രിഭി ഭവൈ മാം ഉപേതം ഇതി ആത്മകൃപം ന്യഗാദി. സ്തുവതഃ മുനീന്ദ്രാൻ, ഭഗവാനെ അവിടുത്തെ സ്തുതിച്ച അല്ലെങ്കിൽ സ്തുതിക്കുന്ന ആ ഋഷീശ്വരന്മാർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ സനകാദിയോഗീശ്വരന്മാരെ ഗീർഭി പ്രസാദ്യ
ഏറ്റവും നല്ല വാക്കുകളെ കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് പ്രസാദിപ്പിച്ചിട്ട് അനന്തരം പിന്നീട് അനന്യനാഥൗ തൗ പാർഷദോ, മറ്റാരും ആശ്രയമില്ലാത്ത വേറൊരു നാഥനില്ലാത്തൻ്റെ ഭൃത്യന്മാരോട് ഭഗവാൻ സംരംഭയോഗേന ത്രിഭി ഭവൈ മാം ഉപേതം, നിങ്ങൾ രണ്ടുപേരും യുവാം കോപത്തോടുകൂടിയുള്ള സ്മരണം കൊണ്ട് സംരംഭയോഗേന ആ സ്മരണം വഴി 3 ജന്മങ്ങളെ കൊണ്ട് ത്രിഭി ഭവൈ മാം ഉപേതം, നിങ്ങൾ എന്നെ പ്രാപിക്കൂ. ഇതി ആത്തകൃപം ന്യഗാദി എന്നാണ്. അവരോടുള്ള കാരുണ്യത്തോടുകൂടി പറഞ്ഞു. അവർക്ക് രക്ഷ വേറെ ആരുമില്ല. ഭഗവാൻ അവരുടെ നാഥനായി രക്ഷകനായി പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സ്മരണ വേണമെന്നാണല്ലോ പറഞ്ഞത്. ആ സ്മരണ ദ്വേഷബുദ്ധിയായിട്ട് നിങ്ങളിലുണ്ടാവും. അപ്പം സനകാദികളാൽ ശപിക്കപ്പെട്ട, ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ജയവിജയന്മാർ, അവര് ആദ്യം ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനായിട്ടും പിറന്നു, പിന്നീട് രാവണ കുംഭകർണന്മാരായിട്ട് പിറന്നു, ഒടുവിൽ ദ്വാപരയുഗത്തിൽ ശിശുപാല ദന്തവക്ത്രന്മാരായിട്ടും പിറന്നു. അങ്ങനെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ, ഭഗവാൻ പറഞ്ഞതേ സംഭവിക്കുള്ളൂ അല്ലേ, 3 ജന്മങ്ങൾ അവരെടുത്തു. ആദ്യം അസുരന്മാരായിട്ട്, പിന്നെ അതിനുശേഷം രാക്ഷസന്മാരായിട്ട്, പിന്നെ മനുഷ്യജന്മത്തിൽ ഭഗവാന്റെ തന്നെ അച്ഛന്മങ്ങളുടെ മക്കളായി ശിശുപാല ദന്തവക്ത്രന്മാരായിട്ട് ദ്വേഷചിന്തയോടുകൂടി അവർ ഈ ഭൂമിയിൽ പിറന്നു. ദ്വേഷത്തിന് ശക്തി കൂടും അല്ലേ. അതുകൊണ്ട് അവർക്ക് 3 ജന്മം കൊണ്ട് ശാപമോക്ഷം കിട്ടി. അത് ഭഗവാന്റെ കാരുണ്യമാണെന്നാണ്. അല്ലെങ്കിൽ ഒരുപാട് കാലം ഭഗവാനെ ഭജിച്ചാലേ ഈ മോക്ഷം കിട്ടുള്ളൂ. ഇവിടെ അധിക ജന്മം വേണ്ടി വന്നില്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഭഗവാനെ ഏതു വിധത്തിൽ ധ്യാനിച്ചാലും ഗുണമേ ഉണ്ടാവുള്ളൂ. തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേൽ എന്ന് ഭാഗവത വാക്യം. ഒന്നുകൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. പ്രസാദ്യഗീർഭിസ്തുവതോ മുനീന്ദ്രാനന്യനാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാമുപേതമിത്യാത്തകൃപം ന്യഗാദി. അടുത്തതായി നമുക്ക് ഭാഷാഗാനം ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 വായുപുരേശ. സ്തുതിച്ചിടും സനകാദി മുനിജനഗണത്തിനു കൊതി തിരുവോളം ഭവാൻ ദർശനമേകി. 3 ജന്മം കോപത്തോടെ എന്നെ നിങ്ങൾ ഭജിച്ചിടും ജയവിജയന്മാരോടു അരുളിദേവൻ. നാരായണ 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 വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.